സോഹോ സിയാർത്തിന്റെ മറ്റൊരു സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അമൽ ദേവലകുമാർ. ഈ ഒരു സെക്ഷനിലൂടെ നമ്മൾ 3 കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യുക. എങ്ങനെ സോഹോ സിയാർത്തിൽ നമുക്കൊരു യൂസറിനെ ആക്ടിവേറ്റ് ചെയ്യാം, ഡീആക്ടിവേറ്റ് ചെയ്യാം, ആഡ് ചെയ്യാം. രണ്ടാമതായിട്ട് എങ്ങനെ ആ ഒരു യൂസറിന് ഒരു സ്പെസിഫിക് റോൾ നമുക്ക് കൊടുക്കാം. മൂന്നാമതായിട്ട് ആ ഒരു യൂസറിന് എങ്ങനെ സോഹോ സിയാർത്തിലേക്ക് ഒരു പർട്ടിക്കുലർ പെർമിഷൻ സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതും. സോ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇതിനായിട്ട് യൂസേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ സോഹോ സിയാർത്തിൽ സെറ്റിംഗ്സിലേക്ക് പോവുക. പോയതിനു ശേഷം ഇവിടെ യൂസേഴ്സ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ സോഹോ സിയാർത്തിൽ ആഡ് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് യൂസേഴ്സിന്റെ ഒരു ലിസ്റ്റ് ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. സോ ഇപ്പോൾ ഇത് കറന്റ് ആക്റ്റീവ് യൂസേഴ്സിന്റെ ഒരു ലിസ്റ്റ് ആണ്. ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻആക്റ്റീവ് ആയിട്ടുള്ളതും ആക്റ്റീവ് ആയിട്ടുള്ള യൂസേഴ്സിനെ എല്ലാം നിങ്ങൾക്ക് ഫിൽട്ടർ ഔട്ട് ചെയ്തെടുക്കാവുന്നതാണ്. സോ ഇനി പുതിയൊരു യൂസറിനെ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ന്യൂ യൂസർ എന്നൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇതൊരു എന്റർപ്രൈസ് എഡിഷൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടുന്ന് തന്നെ ഒരു പുതിയൊരു യൂസറിനെ ആഡ് ചെയ്യാവുന്നതാണ്, ഒരു യൂസർ ലൈസൻസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. സോ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഒരു ഇമെയിൽ നമ്മളിവിടെ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ റോൾ സ്പെസിഫൈ ചെയ്യുന്നു. ശേഷം നമ്മളൊരു പ്രൊഫൈൽ കൊടുക്കുന്നു, വിച്ച് ഈസ് ഒരു പെർമിഷൻ, സെറ്റ് ഓഫ് പെർമിഷൻ നമുക്ക് സോഹോ സിയാർത്തിലേക്ക് അവർക്ക് കൊടുക്കുന്നു. ഇത്രയായിരിക്കും നമ്മൾ ചെയ്യുക. സോ ഇതിനായിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം, ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന യൂസറിന് വേണ്ടിയിട്ട് ഒരു സ്പെസിഫിക് റോളും ഒരു പെർമിഷനും, അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ സോഹോ സിയാർത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പ്രൊഫൈലും ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഒരു യൂസറിനെ ആഡ് ചെയ്യണം. സോ അതിനായിട്ട് നേരെ സെറ്റിംഗ്സിലേക്ക് പോവുക. റൂൾസ് എന്ന് സെർച്ച് ചെയ്യുക, സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു ഹൈറാർക്കി ലഭിക്കുന്നതാണ്. സോ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലെ എനിക്കിപ്പോൾ ഇവിടെ 2 റോളാണുള്ളത്. എങ്ങനെയാണത് മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. സോ ഇതിനുള്ളിൽ 2 റോളാണുള്ളത്. ഒന്ന് സിഇഒ, അതായത് സൂപ്പർ അഡ്മിൻ. സിഇഒയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്ന അടുത്ത റോളായിരിക്കും മാനേജർ. അങ്ങനെ ഓരോ ഹൈറാർക്കി, ഈ ഒരു ഹൈറാർക്കി നമുക്കങ്ങനെ വലുതായി ബിൽഡ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ് ബൈ ആഡിങ് ഡിഫറെന്റ് സെറ്റ് ഓഫ് റോൾസ്. സോ എനിക്കിവിടെ ഒരു പുതിയൊരു റോൾ ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. എനിക്കൊരു റോൾ ആഡ് ചെയ്യുന്നതിൻ്റെ ഒപ്പം ആ റോൾ റിപ്പോർട്ട് ചെയ്യുന്നത് മാനേജറിനായിരിക്കും. മറിച്ച് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു റോൾ സിഒയ്ക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ സിഒയുടെ അഗെയിൻസ്റ്റ് ഉള്ള പ്ലസ് ഐക്കൺ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. റിപ്പോർട്ടിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ നിങ്ങളിപ്പോൾ കാണാം സിഇഒ ഉണ്ട്, സിഇഒയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് മാനേജറാണ്. സോ മാനേജർ സിഇഒനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോഹോ സിയാർത്തിലെ മാനേജറിന്റെ കംപ്ലീറ്റ് ഡേറ്റയും സിഇഒയ്ക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ നേരെ തിരിച്ച് മാനേജറിന് ഒരിക്കലും സിഇഒയുടെ ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റുന്നതല്ല. സോ ഇതാണ് റിപ്പോർട്ടിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇങ്ങനെ ആയിരിക്കും ഈ ഒരു ഹൈറാർക്കി നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുക. സോ ഞാനിവിടെ ഒരു ടെസ്റ്റ് കേസിനൊരു റോൾ ഞാനിപ്പോൾ ആഡ് ചെയ്യാണ്. ഞാനിവിടെ CRE എന്ന് കൊടുക്കുന്നു. റിപ്പോർട്ട് ചെയ്യേണ്ടത് മാനേജറിനാണ്. CREക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള പെർമിഷനുമായിരിക്കും നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ശേഷം ഞാനിവിടെ സേവ് ചെയ്യുന്നു. ഇപ്പൊ നിങ്ങളുടെ കാണാം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഏറ്റവും റീസെന്റ് റോൾ ഇവിടെ അവൈലബിൾ ആണ്. ഇനി ഈ റോൾ അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്കൊരു സെറ്റ് ഓഫ് പെർമിഷൻ അല്ലെങ്കിൽ ഒരു പ്രൊഫൈൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇത്രയും ചെയ്താൽ മതി. റോൾസ് ആൻഡ് ഷെയറിങ്ങിന്റെ നേരെ മുകളിലായി പ്രൊഫൈൽസ് എന്നുണ്ട്, ജസ്റ്റ് ചൂസ് ചെയ്യുക. ശേഷം ഡീഫോൾട്ട് ആയിട്ട് സോഹോ സിയാർ നിങ്ങൾക്ക് 2 പ്രൊഫൈൽ തരുന്നതാണ്. ഒന്ന് അഡ്മിനിസ്ട്രേഷൻ പ്രൊഫൈൽ, വിച്ച് ഈസ് കംപ്ലീറ്റ് പെർമിഷൻസും എല്ലാ പെർമിഷൻസും അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രൊഫൈൽ. രണ്ടാമത് സ്റ്റാൻഡേർഡ് പെർമിഷൻ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് പ്രൊഫൈൽ, അത് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഫൈൽ അല്ലെങ്കിൽ ഒരു പെർമിഷൻ ആണ്. എനിക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പെർമിഷൻ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പുതിയൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക, ന്യൂ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക, പ്രൊഫൈൽ നെയിം കൊടുക്കുക, സ്റ്റാൻഡേർഡ് ക്ലോൺ ചെയ്യുക, ശേഷം ക്രിയേറ്റ് ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഇവിടെ കിട്ടുന്നതായിരിക്കും. ഇവിടെ ആയിരിക്കും ഒരു സെറ്റ് ഓഫ് പെർമിഷൻ നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പ്രൊഫൈൽ CRE ആണ്. CREക്ക് നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പ്രൊഫൈൽ നമുക്ക് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും ചെയ്താൽ മതി. ലീഡിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഇവിടെ വ്യൂ, ക്രിയേറ്റ്, എഡിറ്റ്, ഡിലീറ്റ് എന്നൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. എനിക്ക് CRE ലീഡ്സ് മൊഡ്യൂളിൽ വ്യൂ ചെയ്താൽ മാത്രം മതി, മറിച്ച് ക്രിയേറ്റ് ചെയ്യാൻ, എഡിറ്റ് ചെയ്യാൻ, ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഇതത്രയും ഡിസേബിൾ ചെയ്യുക. സോ CREക്ക് ഈ പ്രൊഫൈൽ കൊടുത്തു കഴിയുമ്പോൾ CRE സോഹോ സിയാർത്തിൽ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ വ്യൂ ചെയ്യാൻ മാത്രമേ കഴിയൂ, ക്രിയേറ്റ് ചെയ്യാൻ, എഡിറ്റ് ചെയ്യാൻ, ഡിലീറ്റ് ചെയ്യാനോ കഴിയില്ല. ഇനി ഏതെങ്കിലും തരത്തിലുള്ള മൊഡ്യൂൾസ് CREൽ നിന്ന് ഹൈഡ് ചെയ്ത് വെക്കണം, അവർക്ക് അതിലേക്കുള്ള ആക്സസ് ഒട്ടും തന്നെ കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡിസേബിൾ ചെയ്താൽ മാത്രം മതിയാവും, ഇതുപോലെ. ഓക്കെ, ഇനി നേരെ താഴേക്ക് വരുമ്പോൾ
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പെർമിഷനാണിത്. സെറ്റപ്പ് പെർമിഷൻ. ഈ ഒരു പെർമിഷൻ എപ്പോഴും സൂപ്പർഡമിന് മാത്രം ഇനേബിൾഡ് ആക്കി വെക്കുക, മറിച്ച് മറ്റ് പ്രൊഫൈൽസിന് ഒരിക്കലും ഇത് ഇനേബിൾ ചെയ്യരുത്. സോ CRയ്ക്കും ഞാനിത് ഡിസേബിൾ ചെയ്യുന്നു. ഇത് ഇനേബിൾഡ് ആയിട്ടുള്ള ഏതൊരു പ്രൊഫൈലിലും സെറ്റിംഗ്സിൽ വന്ന് ഈ ഒരു സെറ്റിംഗ്സ് ഒക്കെ മാറ്റാൻ കഴിയും. സോ അത് അവോയ്ഡ് ചെയ്യുന്നതിനായിട്ട് ഇത് ഡിസേബിൾ ചെയ്യാൻ മറക്കരുത്. ഇത് ഇത്രയും ചെയ്തതിന് ശേഷം ബാക്ക് വരിക. സോ നമ്മൾ സക്സസ്ഫുള്ളി ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ പ്രൊഫൈൽ നമുക്ക് CRയ്ക്ക് ഏറ്റവും പുതിയ ഒരു യൂസറിന് നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ജനറലിൽ പോവുക, യൂസേഴ്സ് ലിസ്റ്റ് എടുക്കുക, പുതിയൊരു യൂസർ ആഡ് ചെയ്യുമ്പോൾ, അതായത് CRനെ ആഡ് ചെയ്യുമ്പോൾ പേര്, ലാസ്റ്റ് നെയിം കൊടുക്കുക, ശേഷം ഇമെയിൽ കൊടുക്കുക. അതിനുശേഷം ഇവിടുന്ന് നമുക്ക് ആ റോള് ചൂസ് ചെയ്യാവുന്നതാണ്. ശേഷം പ്രൊഫൈൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പ്രൊഫൈലും ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് സേവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സക്സസ്ഫുള്ളി ഒരു യൂസർ ആഡ് ആകുന്നതാണ്, ഒരു യൂസർ ലൈസൻസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അറ്റ് ദ സെയിം ടൈം കൊടുത്തിരിക്കുന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് ഒരു ഇൻവിറ്റേഷനും സെൻഡ് ആകുന്നതാണ്. അവിടുന്ന് ആ ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ സക്സസ്ഫുള്ളി ആ യൂസർ ആഡ് ആയി കഴിയുന്നതാണ്. സോ ഇതെത്രയാണ് ഈ സെക്ഷനിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. സെക്ഷൻ വളരെയധികം ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സിൽ അറിയിക്കുക. ബൈ.